നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ നൽകുന്ന പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരിവരാസനം പുരസ്കാരം, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് വയലാർ അവാർഡാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്നതെന്ന് ആദ്യം നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം നോക്കും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓടക്കുഴൽ പുരസ്കാരം നോക്കും. ഓടക്കുഴൽ പുരസ്കാരം നോക്കിയതിന് ശേഷം നമ്മൾ ഹരിവരാസനം അവാർഡ്, അത് കഴിഞ്ഞ് നമ്മൾ വയലാർ അവാർഡ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കൊക്കെയാണ്? NS മാധവൻ, അതേപോലെ SK വസന്തൻ, സേതു 2022 സേതുവിന്, 2023 SK വസന്തന്, 2024 NS മാധവൻ, ഇവർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള 3 വ്യക്തികൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം. എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരളത്തിലെ ഒരു സാഹിത്യകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് കേരള സർക്കാരാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പരമോന്നത സാഹിത്യ ബഹുമതിയാണ്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ് ഒരു സാഹിത്യകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവനയ്ക്കാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1993 ഇനി ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് 1993 നൽകി തുടങ്ങുന്നത്. ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഇനി ഇത് ലഭിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. ഓക്കെ അല്ലേ? ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1993. അതേപോലെ ആദ്യം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് ലഭിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇനി ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഇനി ഈ സമ്മാന തുക കൂടാതെ ഒരു പ്രശസ്തി പത്രവും അതേപോലെ ഒരു ശില്പവും അടങ്ങുന്നതാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. 5 ലക്ഷം രൂപയും ഒരു പ്രശസ്തി പത്രവും അതേപോലെ ഒരു ശില്പവും അടങ്ങുന്നതാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം 2010 വരെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു. ഇത് 2011 1.5 ലക്ഷമായിട്ട് ഉയർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കുന്ന 5 ലക്ഷം രൂപ കൊടുത്തു തുടങ്ങുന്നത് 2017 ഓക്കെ അല്ലേ? 2017 ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് 1993 നൽകി തുടങ്ങുന്നത്. ആദ്യമായിട്ട് നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അതേപോലെ ആദ്യമായിട്ട് ലഭിക്കുന്ന വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. സമ്മാന തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. കൂടാതെ ഒരു പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് സമ്മാനം എന്ന് പറയുന്നത്. 2010 വരെ 1 ലക്ഷം രൂപയായിരുന്നു. 2011 അത് 1.5 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. 2017 എന്ത്? 2017 ഇന്ന് കാണുന്ന 5 ലക്ഷം രൂപയാക്കിയിട്ട് സമ്മാന തുക കൊടുക്കാൻ തുടങ്ങിയത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കൊക്കെയാണ്? 2024 NS മാധവൻ, 2023 SK വസന്തൻ, അതേപോലെ 2023 സേതു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ G. ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ജ്ഞാനപീഠത്തിൽ നിന്ന് കിട്ടിയ സമ്മാന തുകയിൽ നിന്ന് ഒരു ഭാഗം മാറ്റി വെച്ചിട്ടാണ് എന്ത്? ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഈ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് സമഗ്ര സംഭാവനയ്ക്കാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് എന്തിനാണ്? അത് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്ക് നൽകുന്ന അവാർഡാണ് എന്ത്? ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മൾ G. ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ പുരസ്കാരം നൽകി തുടങ്ങുന്നത് 1968 ശരിക്കും ഇത് നൽകുന്നത്. പക്ഷെ ഇത് ലഭിക്കുന്നത് ഒരു തമിഴ് റൈറ്ററായിട്ടുള്ള ബാലകവി 1968 ലഭിക്കുന്നത് ബാലകവി
രാമനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് 1968 ആദ്യമായിട്ട് ബാലകവി രാമനാണ്. അദ്ദേഹത്തിൻ്റെ നാരായണീയം എന്ന് പറയുന്ന ഒരു കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു ഇത് മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള, അതായത് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിക്ക് കൊടുക്കുന്ന അവാർഡാണെന്ന് പറഞ്ഞു. അപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് കിട്ടുന്നത് 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. ഓക്കെ അല്ലേ? 1969 ലഭിക്കുന്നത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടക്കുഴൽ പുരസ്കാരം പറയുന്ന സമയത്ത് ആദ്യമായിട്ട് ലഭിച്ച ആളെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1969 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനെയാണ് പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്? ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാരത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചിട്ട് നൽകി തുടങ്ങിയ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത്. അത് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഇനി ഈ 1968 കാര്യം ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന് ഈ വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെ കൃതിയായിട്ടുള്ള തുളസീദാസ രാമായണത്തിൻ്റെ വിവർത്തനത്തിന് അവാർഡ് കിട്ടി തുടങ്ങിയത് തൊട്ടിട്ടാണ്. അപ്പോൾ 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന് അദ്ദേഹത്തിൻ്റെ തുളസീദാസ രാമായണം വിവർത്തനത്തിനാണ് എന്ത് കിട്ടുന്നത്? ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത്. ഇനി ഈ ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച വനിത എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്ന വനിത എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനയാണ്. ലളിതാംബിക അന്തർജനത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത് 1977 ആർക്കാണ്? ലളിതാംബിക അന്തർജനം. ഓക്കെ അല്ലേ? അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന് അദ്ദേഹത്തിൻ്റെ ഏതായിരുന്നു കൃതി? തുളസീദാസ രാമായണം. ഇനി 1977 ഫസ്റ്റ് വനിതയ്ക്ക് കിട്ടുന്നത്. അത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ്. ഈ അഗ്നിസാക്ഷി പറയുന്ന കൃതിക്കാണ് 1977 ലഭിക്കുന്നത്. ഇനി ഈ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് ഇപ്പം നൽകുന്നത്, അതായത് ജി ശങ്കരക്കുറുപ്പിൻ്റെ മരണത്തിന് ശേഷം ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ചരമദിനമായിട്ടുള്ള ഫെബ്രുവരി 2-നാണ്. അതായത് 1978 ശേഷം നമ്മുടെ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ചരമദിനമായിട്ടുള്ള ഫെബ്രുവരി 2-നാണ്. ഇനി ഈ ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഓക്കെ അല്ലേ? ഈ 30,000 രൂപ കൂടാതെ പ്രശസ്തി പത്രവും ഒരു ഫലകവും അടങ്ങുന്നതാണ് എന്ത്? പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം 1969 വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്, 1977 ലളിതാംബിക അന്തർജനം, അതേപോലെ ഇതിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് 30,000 രൂപയും ഒരു പ്രശസ്തി പത്രവും അതേപോലെ ഫലകവും അടങ്ങുന്നതാണ് ഇതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത്. ഇനി ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് 2024 ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അത് കെ അരവിന്ദാക്ഷനാണ്. 2024 കെ അരവിന്ദാക്ഷനാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനു മുമ്പ് 2023 PN ഗോപികൃഷ്ണനും അതേപോലെ 2022 അംബികാസുധൻ മാങ്ങാടിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ഇവരുടെ കൃതികൾ ഓർത്ത് വയ്ക്കണം. കാരണം ഇത് മലയാളത്തിലെ പ്രശസ്തമായിട്ടുള്ള കൃതിക്ക് കൊടുക്കുന്ന അവാർഡ് ആയതുകൊണ്ട് ഇവരുടെ കൃതികൾ നമ്മൾ നോക്കി വയ്ക്കണം. അപ്പോൾ കെ അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് 2024 എന്ത് പുരസ്കാരം കിട്ടുന്നത്? ഓടക്കുഴൽ പുരസ്കാരം കിട്ടുന്നത്. ഇനി PN ഗോപികൃഷ്ണൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയായിട്ടുള്ള കവിത മാംസഭോജിയാണ് എന്നുള്ള കൃതിക്കാണ് 2023 കിട്ടുന്നത്. ഇനി 2022 അംബികാസുധൻ മാങ്ങാടിന് കിട്ടിയത് പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ്. ഓക്കെ അല്ലേ? അപ്പം എന്തൊക്കെ പറഞ്ഞു? ഓടക്കുഴൽ പുരസ്കാരം ആദ്യം കിട്ടിയത് ആരാന്ന് പറഞ്ഞു? ആദ്യം കിട്ടിയ വനിത പറഞ്ഞു. അതേപോലെ 2024 കെ അരവിന്ദാക്ഷനാണ്, അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ്. 2023 PN ഗോപികൃഷ്ണനാണ്, കവിത മാംസഭോജിയാണെന്നുള്ള കൃതിക്കാണ്. 2022 അംബികാസുധൻ മാങ്ങാടിന് പ്രാണവായു എന്നുള്ള കൃതിക്കാണ്. 30,000 രൂപയും ഒരു പ്രശസ്തി പത്രവും ഒരു ഫലകവും അടങ്ങുന്നതാണ് എന്ത്? ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഹരിവരാസന അവാർഡാണ്. ഹരിവരാസന അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റും അതേപോലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്നിട്ട് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസനം അവാർഡ് എന്ന് പറയുന്നത്. ഈ ഹരിവരാസന അവാർഡ് എന്ന് പറയുന്നത് നൽകി തുടങ്ങിയത് 2000
ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങുന്നത് 2012-ലാണ്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. ഹരിവരാസന പുരസ്കാരം നൽകി തുടങ്ങുന്നത് 2012-ലാണ്. ഈ 2012 ആദ്യമായിട്ട് ഹരിവരാസന അവാർഡ് ലഭിക്കുന്നത് KJ യേശുദാസിനാണ്. ഇനി ഈ അവാർഡ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, 2024 വീരമണിദാസൻ, 2023 ശ്രീകുമാരൻ തമ്പി. ഒന്നുകൂടെ പറയാം. ഹരിവരാസന അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെന്റും അതേപോലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ഹരിവരാസന അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് മകരവിളക്ക് സമയത്താണ് അനൗൺസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. അതേപോലെ ഇതിലും എന്തുണ്ട്? സമ്മാനത്തിൽ അവാർഡിൽ നമ്മുടെ പ്രശസ്തി പത്രം അതേപോലെ ഒരു ഫലകം അടങ്ങുന്നതാണ് ഇതിന്റെ അവാർഡ് എന്ന് പറയുന്നത്. ഈ അവാർഡ് നമ്മുടെ 2012-ലാണ് ആദ്യമായിട്ട് നൽകുന്നത്. ഈ 2012-ൽ ആദ്യമായിട്ട് ലഭിച്ചത് KJ യേശുദാസിനാണ്. അത് കഴിഞ്ഞ് 2023 ശ്രീകുമാരൻ തമ്പിക്കും, 2024 വീരമണിദാസനും, 2025 കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കും ലഭിക്കുന്നുണ്ട്? പുരസ്കാരം ലഭിക്കുന്നുണ്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹരിവരാസന അവാർഡിൽ നമുക്ക് ഏകദേശം ഇത്രയാണ് ആലോചിച്ച് വയ്ക്കാനുള്ളത്. പിന്നെ സമ്മാനത്തുക പറഞ്ഞ് 1 ലക്ഷം രൂപയാണെന്ന്. വേറെ ഹരിവരാസനത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് വയലാർ അവാർഡാണ്. വയലാർ അവാർഡ് എന്ന് പറയുന്നത് മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം എന്ന് പറയുന്നത്. ഇനി വയലാർ പുരസ്കാരം നമ്മുടെ മലയാളത്തിലെ കവിയായിട്ടുണ്ടായിരുന്ന വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നൽകുന്നത്. നമ്മൾ വയലാർ അവാർഡ് നൽകുന്നത്. ഈ വയലാർ അവാർഡ് എന്ന് പറയുന്നത് 1977-ലാണ് നൽകി തുടങ്ങുന്നത്. ഇനി വയലാർ അവാർഡിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഇത് എല്ലാ വർഷവും ഒക്ടോബർ 27-നാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇനി ഈ പുരസ്കാരത്തിൽ 1 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. ഈ 1 ലക്ഷം രൂപ കൂടാതെ കാനായി കുഞ്ഞിരാമന്റെ ഒരു അദ്ദേഹം നിർമ്മിച്ച ഒരു വെങ്കല ശില്പവും അതേപോലെ വെങ്കലത്തിലത്തെ ശില്പവും അതേപോലെ ഈ 1 ലക്ഷം രൂപ അടങ്ങുന്നതാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത്. ഇനി ഇത് 2014 വരെ 25,000 രൂപയായിരുന്നു ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. 2,50,000 അല്ല, 25,000 രൂപയായിരുന്നു ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം എന്തൊക്കെ പറഞ്ഞു? 1977-ലാണ് വയലാർ അവാർഡ് നൽകുന്നത്. വയലാർ അവാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്? മലയാളത്തിലെ സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത്. ബാലരാമവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഈ അവാർഡ് 1977 നൽകി തുടങ്ങി. എല്ലാ വർഷവും ഒക്ടോബർ 27-നാണ് അവാർഡ് നൽകുന്നത്. ഈ അവാർഡിൽ 1 ലക്ഷം രൂപയാണ് സമ്മാന തുക. അതേപോലെ കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ തീർത്ത ഒരു ശില്പവും ഇതിന്റെ പുരസ്കാരത്തിൽ നൽകുന്നുണ്ട്. 2014 വരെ 25,000 രൂപയായിരുന്നു സമ്മാന തുക എന്ന് പറയുന്നത്. അത് ഇപ്പം 2014 വരെ 25,000 രൂപയെന്ന്, അതിനുശേഷം അത് 1 ലക്ഷം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഈ വയലാർ അവാർഡ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ ഓടക്കുഴൽ പുരസ്കാരം പറഞ്ഞ സമയത്ത് 1977 ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു? ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ വർഷം തന്നെ നമ്മുടെ വയലാർ അവാർഡും എന്തിന് ലഭിച്ചിട്ടുണ്ട്? അഗ്നിസാക്ഷി എന്ന് പറയുന്ന ലളിതാംബിക അന്തർജനത്തിന്റെ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് എഴുതാം. 1977-ലാണ് സമ്മാനം നൽകുന്നത്. ആദ്യം ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യമായിട്ട് വയലാർ അവാർഡ് ലഭിക്കുന്നത്. ഇനി ആദ്യമായിട്ട് അവാർഡ് ലഭിക്കുന്നത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ട് അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലിനാണ്. അശോകൻ ചെരുവിലിന്റെ ഏതായിരുന്നു കൃതി? കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് കാട്ടൂർ കടവ്
എന്ന് പറയുന്ന നോവലിനാണ് 2024 അശോകൻ ചെരുവിലിന് വയലാർ അവാർഡ് ലഭിച്ചത്. അതേപോലെ 2023 ശ്രീകുമാരൻ തമ്പിക്കാണ്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന നോവലിനാണ് 2023 ശ്രീകുമാരൻ തമ്പിക്ക്. 2022 എസ് ഹരീഷിനാണ്. എസ് ഹരീഷിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതിയായിട്ടുള്ള മീശ എന്ന് പറയുന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? 2022 വയലാർ അവാർഡ് ലഭിച്ചത്. ബാക്കി കുറച്ച് ചെറിയ പുരസ്കാരങ്ങളുണ്ട്. ചെറിയ പുരസ്കാരങ്ങളല്ല, കുറച്ച് പുരസ്കാരങ്ങൾ കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതായത് നമ്മുടെ ONV പുരസ്കാരം, അതേപോലെ SK പൊറ്റക്കാടിന്റെ കുറച്ച് പുരസ്കാരങ്ങൾ, ഉള്ളൂരിന്റെ പുരസ്കാരം, ഇതൊക്കെ നോക്കാനുണ്ട്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും.